ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറയണ്ടായിരുന്നു, ഫാമിലി വരും എന്ന് പറഞ്ഞാൽ ഫാമിലി വന്നു. അതിൽ ഋഷീൻ്റെ അമ്മയും അനിയനാണ് വന്നിരുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ആ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട്, മിക്കവാറും ഗെയിം പ്ലാൻ ഉണ്ടാകാൻ പറഞ്ഞ. അപ്പോൾ ഇത് ഉറപ്പാണ്, ഗെയിം പ്ലാൻ ഉണ്ട്, 100% ഉറപ്പിച്ചത്. ഇത് ഗെയിം പ്ലാനോടെയാണ് ഇവരെ ഫാമിലി വരുന്നത്. സാധാരണ കഴിഞ്ഞ സീസണിൽ ഫാമിലി വന്ന് 2 മണിക്കൂർ ഇരുന്ന് അപ്പോൾ തന്നെ പോകും. ഒരു 2 ദിവസം ഇരുന്നുള്ളൂ. അപ്പോൾ തന്നെ 2 ദിവസം ഉള്ളിലെല്ലാ ഫാമിലി വന്ന് പോയി, 2 മണിക്കൂർ വന്നിരുന്ന് വിശേഷം പറഞ്ഞ് പോയി. പക്ഷേ ഇവിടെ വന്ന ഫാമിലീസ് എല്ലാവരും പോവില്ല. 1-2 ദിവസം നിൽക്കും, ഉറപ്പാണ്. അതിപ്പോൾ എന്താണ്, രണ്ടാമത് വന്നത് അൻസിബയുടെ ഫാമിലിയാണല്ലോ. അൻസിബയുടെ ഫാമിലി വന്നതിന് ഉമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മ പോവില്ല, ഇവിടെ ഒരു ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 1 മണിക്കൂർ ശേഷം അവരുടെ ഋഷിയുടെ ഫാമിലീൻ്റെ അൻസിബാൻ്റെ ഫാമിലീൻ്റെ പെട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉടുപ്പിൻ്റെ സാധനങ്ങളെ പെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടി കൊണ്ടുവന്നിട്ട് നന്ദനയെന്ന് ക്യാപ്റ്റനെ നന്ദനയാണ് എടുത്തുകൊണ്ട് വന്നത്. കൂടെ റസ്മിനും പോയിട്ടുണ്ടായിരുന്നു പെട്ടി എല്ലാം സഹായിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അവർ നിൽക്കുന്നുണ്ട്. മിക്കവാറും ഈ ആഴ്ച അവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഹോട്ടൽ ടാസ്ക് ആയതുകൊണ്ട് 3 ദിവസം, ഈ ആഴ്ച മിക്കവാറും 3-4 ദിവസം ഇവർ തന്നെ ആയിരിക്കും മെയിനായിട്ട്. 2 ദിവസം നിൽക്കും മിക്കവാറും, എനിക്കറിയില്ല. അപ്പം ഉറപ്പായിട്ട് ഗെയിം പ്ലാനോടെ ആയിരിക്കും വന്നത്. ഇപ്പം ആദ്യം ഇവർ കൊണ്ടുവന്ന് വിട്ടത് എന്താണ്, ബെസ്റ്റ് ഫ്രണ്ട്സായ ഋഷിയുടെ അൻസിബയുടെയാണ് വിട്ടത്. അപ്പോൾ അൻസിബയുടെ ഉമ്മ വന്നപ്പോൾ തന്നെ അതിനൊക്കെ എന്താണ്, ആദ്യം അൻസിബിനെ കെട്ടിപ്പിടിച്ചു, പിന്നെ കെട്ടിപ്പിടിച്ച് ജാസ്മിനാണ്. നമ്മുടെ ഉമ്മ കൊടുത്ത് എൻ്റെ മോളെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ വന്ന് പറയുന്നുണ്ട്. എനിക്കൊണ്ട് മിക്കവാറും ഗെയിം പ്ലാൻ ഉണ്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്താണ്, ഇവരുടെ അടുത്ത് പോയി ഇങ്ങനെ പറയണം, അവരുടെ അടുത്ത് പോയി അങ്ങനെ പറയണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഗെയിം പ്ലാൻ കൊടുത്തിട്ടുണ്ടാവാം ബിഗ് ബോസ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ വന്നത് മെയിനായിട്ട്. അപ്പോൾ ഇനി ജാസ്മിൻ്റെ ഫാമിലി വരും. ഇനി ജാസ്മിൻ്റെ ഫാമിലിയിലേക്ക് കൂടുതൽ പേരും കാത്തിരിക്കണം, എന്തായിരിക്കും അവർ പറയാൻ പോകുന്നത്. മെയിനായിട്ട് കാത്തിരിക്കണം അവരുടെ ഫാമിലിയാണ്. പിന്നെ സിജോൻ്റെ ഫാമിലി വരും. അവരെ എന്താണ്, സിജോ മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവർ വീട്ടിൽ പോയിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. സിജോൻ്റെ ഫാമിലി എല്ലാവരുടെ ഫാമിലിയും വരും, അത് വേറെ കാര്യം. ഫാമിലി എല്ലാവരും വരും. പക്ഷേ ഇവർ കൊടുത്തേക്കണ ഗെയിം പ്ലാന് അതൊക്കെ മൊത്തം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടാവാം. എനിക്ക് മിക്കവാറും അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാറ്റാനുള്ള വല്ല എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കാം. ഈ ഋഷി അൻസിബ ഫ്രണ്ട്ഷിപ്പ് മാറ്റുക, പിന്നെ എന്താണ് ജാസ്മിൻ എടുത്ത് പോയി ഗബ്രീനെ കുറിച്ച് അതിന് വേണ്ട ആ ഒരു ഇത് പറയുക. മിക്കവാറും ഗെയിം കളിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ ഇവർക്ക് വേണ്ടി ഇറക്കിയതായിരിക്കാം. അതായത് സാധാരണ ഫാമിലി വന്ന് പുറത്തത്തെ വിശേഷം അങ്ങനെയൊന്നും പറയുമെന്നില്ല, അവരുടെ വിശേഷം പറയും, എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ പറയും, പോവും. പക്ഷെ ഇവർ പോവില്ല, ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ജാസ്മിൻ്റെ അടുത്ത് ഋഷിയുടെ അമ്മയൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ജാസ്മിൻ ക്യൂട്ടാണ്, അടിപൊളിയാണ്, പ്ലെയർ നല്ല പ്ലെയറാണ്. ജാസ്മിനൊക്കെ ആണെങ്കിൽ സന്തോഷം കൂടി പറ്റില്ല. അൻസിബൻ്റെ ഉമ്മ വന്നിട്ട് ജാസ്മിനോട് പറഞ്ഞിട്ട് പോയി, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പോയി. ഋഷിയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ ഒന്ന് പോയി. അപ്പോൾ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇനി വരാൻ പോകുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടി എന്താണ് ടഫായിട്ടുള്ള ഗെയിമായിരിക്കും, എല്ലാം ആയിരിക്കും. അതിൻ്റെ ഒരു മുന്നോടിയായിരുന്നു ഹോട്ടൽ ടാസ്ക്. പിന്നെ പവർ റൂം ഇല്ലാതിരിക്കുക, പിന്നെ എന്താ 2 പേരെ വെച്ച് നോമിനേഷൻ എടുക്കുക. അത് വെച്ച് 10 പേരെ 10 പേര് വന്നതിൽ സിജു പോയി 9 പേരായി. അങ്ങനെ 9 പേര് പോയി. ഇനി വരുന്നത് ഫാമിലിയാണ്. ആ ഫാമിലി വരുന്നത് 1 മണിക്കൂറത്തേക്ക് 5 മണിക്കൂറത്തേക്ക് അല്ല, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മിനിമം ഒരു ദിവസം നിൽക്കുക, ഉറപ്പായ കാര്യമാണ്. പെട്ടിയൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഫാമിലി 13 പേരില്ല, 13 പേരെ ഫാമിലി വരും. അപ്പോൾ എന്താവോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാവോ, പൊട്ടിത്തെറി ഉണ്ടാവോ, കണ്ടസ്റ്റൻസ് എടുത്ത് എന്തൊക്കെ പറയുമോ, അവരെ മൈൻഡ് മാറ്റുമോ, എന്തൊക്കെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുന്ന ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് മാറി ഇൻഡിവിജ്വലായിട്ട് കളിച്ച് തല്ലുകൊടുത്തുണ്ടാകുമോ, എന്തൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും. അപ്പോൾ വേറെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വീക്കിൽ എന്താണ്, ലാലേട്ടൻ വരില്ല എന്ന് പറയും. ഈ വീക്കെൻഡ് ലാലേട്ടൻ വരാൻ ചാൻസ് ഇല്ല എന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇല്ലെങ്കിൽ അപ്പോൾ ഈ വീക്കിൽ തന്നെ എവിക്ഷൻ കാണില്ല. ഇല്ലെങ്കിൽ ലാലേട്ടൻ വന്നില്ലെങ്കിൽ എവിക്ഷൻ ഉണ്ടാവില്ല. നമുക്കൊരു ചെറിയ ന്യൂസ് കിട്ടിയെന്നുള്ളൂ, അത് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഒഫീഷ്യലായിട്ട് പറഞ്ഞില്ല. എന്നാലും ഒഫീഷ്യലായിട്ട് നമുക്ക് 90% കൺഫേം ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് അറിയിച്ചിരിക്കും. ജസ്റ്റ് ഒരു ബസ് വന്ന് അതിന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എവിക്ഷൻ്റെ വിട്ടേക്ക് അപ്പോൾ ഈ ഫാമിലി വരും. എന്താണെന്ന് നമുക്ക് പ്ലാൻ നമുക്ക് കണ്ടറിയാം. ലൈവ് അപ്ഡേറ്റിലേക്ക് നമ്മൾ അത് ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വോട്ടിംഗ് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പുതിയ വീഡിയോസ് വരുന്നതാണ്.